നമസ്കാരം. സൗദി അറേബ്യ വിദേശ രാജ്യങ്ങളിൽ വൻ നിക്ഷേപം നടത്തുന്നത് തുടരുകയാണ്. ഇന്ത്യയിൽ ശതകോടികൾ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സൗദി അമേരിക്കയിലും വൻ തോതിൽ പണം ഇറക്കുകയാണ്. ന്യൂയോർക്ക് നഗരത്തിലെ കണ്ണായ ഭൂമിയുടെ ഓഹരി വാങ്ങുകയാണ് സൗദി അറേബ്യയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, അതായത് PIF. സൗദി വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപം നടത്തുന്നത് PIF വഴിയാണ്. ലോകത്തെ പ്രധാന നഗരമാണ് ന്യൂയോർക്ക്. ഇവിടെ ചതുരശ്ര അടി സ്ഥലം വാങ്ങുന്നതിന് വലിയ തുകയാണ് ചിലവായിട്ട് വരുന്നത്. ഈ വേളയിലാണ് സൗദി അറേബ്യ മാൻഹട്ടണിലെ കണ്ണായ സ്ഥലം വാങ്ങുന്നത്. ശേഷം ഇവിടെ കൂറ്റൻ ടവർ നിർമ്മിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ റിലേറ്റഡുമായിട്ടാണ് സൗദിയുടെ പ്രധാനപ്പെട്ട പുതിയ ഇടപാട്. $20 കോടി സൗദി അറേബ്യ നേരത്തെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്തത്. റിലേറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ള മാൻഹാട്ടണിലെ സ്ഥലത്തിൻ്റെ മുന്നിൽ 2 ഓഹരി സ്വന്തമാക്കാനാണ് പദ്ധതി. 1200 അടി ഉയരത്തിൽ ടവർ നിർമ്മിക്കാൻ റിലേറ്റഡ് പദ്ധതിയിട്ട സ്ഥലമാണ് ഇതെന്നാണ് പറയുന്നത്. മാൻഹാട്ടണിലെ കിഴക്ക് ഭാഗത്തുള്ള ഈ പ്ലോട്ട് 2024 റിലേറ്റഡ് സ്വന്തമാക്കുന്നത്. മാൻഹട്ടണിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന കമ്പനിയാണ് റിലേറ്റഡ്. ഇവരുമായി സൗദി അറേബ്യ പുതിയ ഇടപാട് നടത്തുന്നു എന്നത് ബിസിനസ് രംഗത്ത് സുപ്രധാന വാർത്തയാണ്. കൂറ്റൻ കെട്ടിടങ്ങളും ഹോട്ടലുകളും മറ്റും നിർമ്മിച്ചിട്ടുള്ള റിലേറ്റഡ് പക്ഷേ സൗദി അറേബ്യയുമായുള്ള പുതിയ ഇടപാടിനെ കുറിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. 2020 മുതൽ റിലേറ്റഡുമായി സഹകരിച്ച് സൗദി അറേബ്യ പ്രവർത്തിക്കുന്നുണ്ട്. സൗദി PIFൻ്റെ അമേരിക്കയിലെ നിക്ഷേപം സംബന്ധിച്ച വാൾ സ്ട്രീറ്റ് ജേർണൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലോകത്തെ മിക്ക രാജ്യങ്ങളിലും PIFന് നിക്ഷേപമുണ്ട്. ഇന്ത്യയിൽ $10,000 കോടി നിക്ഷേപം നടത്തുമെന്ന് സൗദി അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. കാര്യമായും സൗദി PIF ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള നിക്ഷേപം റിലയൻസിലാണ്. ജിയോ പ്ലാറ്റ്ഫോംസിൽ $1.5 ബില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് ജിയോ പ്ലാറ്റ്ഫോംസിൻ്റെ 2.32% ഓഹരിക്ക് തുല്യമാണ്. റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡിൽ $1.3 ബില്യൺ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ദീർഘകാല നിക്ഷേപം നടത്താനും സൗദി അറേബ്യയ്ക്ക് പദ്ധതികൾ ഉണ്ട്. ഇന്ത്യയിൽ $100 ബില്യൺ നിക്ഷേപിക്കുമെന്ന് സൗദി അറേബ്യ നേരത്തെ അറിയിച്ചിരുന്നതാണ്. ഇത് വേഗത്തിലാക്കാൻ 2024 ഒരു ഉന്നതതല സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഊർജം, അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യ, ഫാർമസ്യൂട്ടിക്കൽസ്, റീറ്റെയിൽ തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താനാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നിക്ഷേപം ആകർഷിക്കുന്നതിന് വേണ്ടി PIFന് നികുതി ഇളവുകൾ നൽകാനും ഇന്ത്യ ആലോചിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്.